അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനുഷ്യന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒന്നാണ് സംശയ രോഗമെന്ന് പറയുന്നത്. അനാവശ്യമായ സംശയ രോഗം ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയ രോഗത്തിൽ കഴിഞ്ഞ് ഒരുപാട് കുടുംബ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ത്വലാഖുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം ലഭിക്കും? പല ആളുകളും ഈ അസുഖം കാരണം പല രീതിയിൽ ബുദ്ധിമുട്ടുന്നവരാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം, ഭാര്യ മറ്റൊരാൾക്ക് ഫോൺ വിളിക്കുന്നു, ഭർത്താവ് മറ്റൊരാൾക്ക് ഫോൺ വിളിക്കുന്നു. ഇങ്ങനെ സംശയിക്കുന്നവർ, സുഹൃത്തുക്കൾക്കിടയിൽ സംശയിക്കുന്നവർ, മറ്റു ചിലർക്ക് ഇബാദത്തുകളിലാണ് സംശയം. വുളൂഅ് എടുത്തു കഴിഞ്ഞു ശരിയായിട്ടുണ്ടോ എന്ന സംശയം, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ സംശയം, ഫാത്തിഹ ഓതിയാൽ സംശയം. ഇങ്ങനെ ഒരുപാട് വസ്വാസുമായി ബന്ധപ്പെട്ട് ഉള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഈ വസ്വാസ് ഉള്ള ആളുകൾ, ഈ സംശയരോഗമുള്ള ആളുകൾക്ക് സംശയരോഗം മാറിക്കിട്ടാനും ഇല്ലാത്ത ആളുകൾക്ക് അത് വരാതിരിക്കാനുമുള്ള മാർഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും എന്താണ് ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു മാർഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ശൈത്വാനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതിയവന്റെ അരികിലേക്ക് ശൈത്താൻ അടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആയത്തുൽ കുർസി എല്ലാ ദിവസവും ധാരാളമായി പാരായണം ചെയ്യുകയാണെങ്കിൽ സംശയരോഗത്തിൽ നിന്ന്, വസ്വാസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ആയത്തുൽ കുർസി നാം ധാരാളമായി ഓതുക. ഒരു ദിവസം നമുക്ക് എത്ര ഓതാൻ കഴിയുമോ അത്ര എണ്ണം അധികരിച്ച് നാം ഓതുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രോഗം മാറ്റിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസി ധാരാളമായി നാം പതിവാക്കുക. ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.